നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ജനങ്ങളെ എങ്ങനെയെങ്കിലും വീഴ്ത്തുവാനായിട്ട് അടുത്ത പദ്ധതിയുമായി ഇറങ്ങുകയാണ് സർക്കാർ. ഏതായാലും ഇത്രയും കാലം ഒരുപാട് പാവപ്പെട്ട ജനങ്ങളാണ് ക്ഷേമ പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കാതെ അതിനുവേണ്ടി പോരാടിയതും കഷ്ടപ്പെട്ടതും. മറിയക്കുട്ടിയടക്കമുള്ള അമ്മമാർ തെരുവിലിറങ്ങി ഇത്തരത്തിൽ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോഴും അവരെ വ്യക്തിഹത്യ നടത്താനാണ് പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും നേരമുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ക്ഷേമനിധി പെൻഷന്റെ 2 ഗഡു അടുത്ത ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. 7 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 1 ഗഡു കഴിഞ്ഞ മാസം നൽകി. 2 ഗഡു കൂടി ഇപ്പോൾ നൽകിയാലും ഏപ്രിലേതടക്കം 5 മാസത്തെ പെൻഷൻ ഇനിയും കുടിശ്ശികയാണ്. ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സർക്കാരിന്റെ നടപടി. പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക CPI ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ പങ്കുവച്ചിരുന്നു. പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ. കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളുടെ വിശദീകരണം. LDF യോഗത്തിൽ CPI തന്നെ വിമർശനവുമായി രംഗത്ത് വന്നതോടെ വേഗത്തിൽ തന്നെ പെൻഷൻ നൽകുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതേസമയം പെൻഷൻ കൊടുക്കാൻ കാശില്ലെങ്കിലും സർക്കാരിന്റെ പല പദ്ധതികളും നവകേരള സദസ്സടക്കം എത്രയോ കോടികൾ മുടക്കിയാണ് ഇവിടെ നടത്തിയതെന്നും സംഘടിപ്പിച്ചതെന്നും വളരെ വ്യക്തമായി ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായോ? അതുമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ പരിപാടികൾക്കെല്ലാം അനാവശ്യമായി ദൂർത്തിനും മറ്റും കോടികൾ ചിലവഴിക്കാൻ ഖജനാവിൽ പൈസയുണ്ട്. എന്നാൽ പാവപ്പെട്ടവന് അർഹതപ്പെട്ട പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒന്നും സർക്കാരിന് പൈസയില്ല. ആ കാര്യം പറയുമ്പോഴെല്ലാം തന്നെ സർക്കാർ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് ആളുകളാണ് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ഇത്തരത്തിൽ സർക്കാർ നൽകുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു പെൻഷൻ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷേ അവരെ പോലും പുറങ്കാലിലടിക്കുന്ന തരത്തിലുള്ള പണിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം നല്ല രീതിയിൽ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ആഴ്ചകൾ മാത്രം നിലനിൽക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്.